പൂരാട നക്ഷത്രക്കാർക്കും 7-ലാണ് വ്യാഴം വന്നത്. നിവർത്തി സ്ഥാനത്ത് വ്യാഴാണ് വന്നേക്കുന്നത്. 3-ാം ഭാവത്തിൽ രാഹു, 4-ല് ശനീശ്വരൻ വന്നു. അപ്പോൾ നിവർത്തി സ്ഥാനത്ത് തന്നെ വ്യാഴം നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നിവർത്തി ചെയ്ത് തരണം എന്നാണ് പറയുക. അത് ലഗ്നാധിപനും കൂടിയിട്ടാണ്. അതായത് പൂരാട നക്ഷത്രത്തിന്റെ നിൽക്കുന്ന രാശിയും കൂടിയാണ് വ്യാഴം. 7-ലെ വ്യാഴം നമുക്ക് ഏറ്റവും നല്ല ശോഭന ഫലമാണ് തരിക. പക്ഷെ ഈ വ്യാഴം നമുക്ക് 7-ല് നിൽക്കുന്നതാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്ക്, അതായത് ശനി 4-ല് നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇതിപ്പോൾ ശരിയാവും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ശനീശ്വരത്തിൽ തടസ്സങ്ങൾ വരുത്തും. അപ്പം ശനിയെ തന്നെ നമ്മൾ പ്രീതിപ്പെടുത്താം. ശനീശ്വരനെ തന്നെ നമ്മൾ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോവാം. അതേപോലെ കുട്ടികൾക്കാണെങ്കിലും വിദേശവാസത്തേക്ക് പോകാനും, നമുക്കാണെങ്കിലും അതായത് വലിയവർക്കാണെങ്കിലും അവിടെ പോയിട്ട് ജോലി ഇത് അന്വേഷിച്ചൊക്കെ നടക്കുന്നവർക്കാണെങ്കിലും വലിയ അലസതയില്ലാതെ നമുക്ക് കാര്യങ്ങൾ നിവർത്തിക്കാൻ പറ്റും. ദേവീക്ഷേത്രത്തിൽ പോവാം, ദേവിക്ക് ലളിത സഹസ്രനാമ അർച്ചന ചെയ്യിപ്പിക്കുക. ദേവി മാഹാത്മ്യം നമുക്ക് 11-ാമത്തെ അധ്യായം ഒരു 7 ദിവസമെങ്കിലും നിങ്ങൾ നെയ്വിളക്ക് വെച്ചിട്ട് കൃത്യമായിട്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം വരും. 41 ദിവസം പാരായണം ചെയ്യുന്നതാണ് പറയുക. 41 ദിവസം നെയ്വിളക്ക് വെച്ച് വീട്ടിൽ തന്നെ ദേവി മാഹാത്മ്യ പുസ്തകത്തിൻ്റെ 11-ാമത്തെ അധ്യായം പ്രാർത്ഥിച്ചാലേ നമുക്ക് എന്ത് തടസ്സങ്ങൾ എന്തെങ്കിലും ദേവി മാറ്റിത്തരുന്നാണ് പ്രമാണം പറയുന്നത്.